മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ യോഗം ഇന്ന് ചേരും. രാവിലെ 11 മണിക്ക് പാണക്കാടാണ് യോഗം. വിവാദം ഒഴിവാക്കാൻ ചായ സൽക്കാരം എന്ന പേരിലാണ് മന്ത്രിമാരെ വിളിപ്പിച്ചിരിക്കുന്നത്. മന്ത്രിമാരുടെ സ്റ്റാഫ് നിയമനവും മന്ത്രിമാരുടെ പ്രവർത്തനങ്ങളും PM ശ്രീ വിഷയത്തിൽ സ്വീകരിക്കേണ്ട നിലപാടും ഇന്ന് ചേരുന്ന യോഗത്തിൽ ചർച്ചയാകും. പാർട്ടിയിൽ നിന്ന് മന്ത്രിമാർ അകലുന്നു എന്ന ആക്ഷേപം പോഷക സംഘടനകളിൽ രൂക്ഷമാണ്. മന്ത്രിമാരുടെ സ്റ്റാഫ് നിയമനത്തെ ചൊല്ലി യൂത്ത് ലീഗ് ഉൾപ്പെടെ ആരോപണവും പരാതിയുമായി രംഗത്ത് വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് യോഗം ചേരുന്നത്. കേരളത്തിലെ പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കിടെ CPI ദേശീയ എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് ചേരും. പ്രതിപക്ഷ ഉപനേതാവ് പദവിയുമായി ബന്ധപ്പെട്ട വിഷയം യോഗം ചർച്ച ചെയ്യും. CPIയും ദേശീയ നേതൃത്വവുമായി CPI ദേശീയ സെക്രട്ടറി D. രാജ ചർച്ച നടത്തിയേക്കും. പ്രതിപക്ഷ ഉപനേതാവ് പദവി ന്യായമായ ആവശ്യമാണെന്ന് ഇന്നലെ D. രാജ വ്യക്തമാക്കിയിരുന്നു. പദവി വേണമെന്ന നിലപാടിൽ ഉറച്ച് സംസ്ഥാന നേതൃത്വം. എന്നാൽ പദവി വിട്ടു നൽകില്ലെന്ന നിലപാടാണ് CPIM. വടകരയിലെ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് കേസ് പ്രതിയായ DYFI നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന അന്വേഷണ സംഘത്തിന്റെ ഹർജിയിൽ വിധി ഇന്ന്. വടകര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുക. ജിതിൻ ജാമ്യവ്യവസ്ഥ ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് SIT കോടതിയെ സമീപിച്ചത്. ഫേസ്ബുക്കിലൂടെ അന്വേഷണ സംഘത്തെ വെല്ലുവിളിച്ചെന്നും നാട്ടിൽ ലഹള ഉണ്ടാക്കാൻ ശ്രമിച്ചെന്നുമാണ് പ്രോസിക്യൂഷന്റെ വാദം. കേസിൽ DYFI നേതാവ് റിബേഷ് രാമകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയും ഇന്ന് വിധി പറഞ്ഞേക്കും. പ്രതി ചേർക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് റിബേഷ് കോടതിയെ സമീപിച്ചത്. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1ാം വർഷ പരീക്ഷാഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ ഫലം ലഭ്യമാകും. മാർച്ച് മാസം നടന്ന പരീക്ഷയുടെ ഫലം ആണ് പ്രസിദ്ധീകരിക്കുന്നത്. അപർണ KS ചേരുന്ന വിവരങ്ങളുമായി. അപർണ, ഏതായാലും ഇന്ന് +1 പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1ാം വർഷ പരീക്ഷാ ഫലമാണ് ഇന്ന് പ്രഖ്യാപിക്കുന്നത്. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിയോടുകൂടി തന്നെ ഈ ഫലം എല്ലാ സൈറ്റുകളിലും ലഭ്യമാകുന്നതായിരിക്കും. എല്ലാ വെബ്സൈറ്റുകളിലൂടെയും വിദ്യാർത്ഥികൾക്ക് ഈ പരീക്ഷാ ഫലം ലഭ്യമാക്കുന്നതായിരിക്കും. മുൻ വർഷത്തെ പരീക്ഷാഫലം ജൂൺ 2-നായിരുന്നു ഇത്തരത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നത്. ഈ വർഷം ജൂൺ മാസം 10-ാം തീയതി ഫലം പ്രസിദ്ധീകരിക്കാൻ നിശ്ചയിച്ചിരുന്നെങ്കിലും പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് ഗൾഫ് രാജ്യങ്ങളിൽ പരീക്ഷ മാറ്റിവെച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ പരീക്ഷാ ഫലപ്രഖ്യാപനം നീളുകയായിരുന്നു. എന്തായാലും കേരളത്തിലെ മാർച്ച് 5 മുതൽ 27 വരെയാണ് ഈ ഇത്തരത്തിൽ 1ാം വർഷ പരീക്ഷ നടന്നത്. സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് സ്ട്രീമുകളിലായി 4 ലക്ഷം വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ പരീക്ഷ എഴുതിയത്. എന്തായാലും ഈ പരീക്ഷാ ഫലം ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി തന്നെ ഔദ്യോഗിക വെബ്സൈറ്റുകളിലും ഒക്കെ തന്നെ പ്രസിദ്ധീകരിക്കും. ഈ ഫലപ്രഖ്യാപനത്തിന് ശേഷം ഇത്തരത്തിൽ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് പിന്നീട് പരീക്ഷ എഴുതാനുള്ള അവസരം കൂടി ലഭ്യമാകുന്നതായിരിക്കും. ദീപ്തി, ശരി. എന്തായാലും ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1ാം വർഷ പരീക്ഷാ ഫലമാണ് ഇന്ന് പ്രസിദ്ധീകരിക്കുന്നത്. ഉച്ചകഴിഞ്ഞ് 3 മണിയോടുകൂടി ഫലം വെബ്സൈറ്റിൽ ലഭ്യമാകും. മാർച്ച് മാസം നടന്ന പരീക്ഷയുടെ ഫലമാണ് ഇന്ന് പ്രസിദ്ധീകരിക്കുന്നത്. അപർണ KS ആണ് വിവരങ്ങൾ നൽകിയത്. നീറ്റ് UG പുനഃപരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. 11.21 ലക്ഷം വിദ്യാർത്ഥികൾ യോഗ്യത നേടി. 20 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. യോഗ്യത നേടിയവരിൽ 58% പെൺകുട്ടികളാണ്. 715 മാർക്ക് നേടി പഞ്ചാബ് സ്വദേശി ആര്യൻ ഗുപ്ത, ഹരിയാന സ്വദേശി പൻഷുൽ ബൻസാൽ എന്നിവർ 1ാം റാങ്ക് പങ്കിട്ടു. NTA പ്രകാരം 19 പേർക്ക് 700 മാർക്കിൽ കൂടുതൽ ലഭിച്ചു. 138 പേർക്ക് 690 കൂടുതൽ മാർക്കും ലഭിച്ചു. മെയ് 3-നാണ് നീറ്റ് പരീക്ഷ നടന്നത്. ചോദ്യപേപ്പർ ചോർന്നെന്ന ആരോപണങ്ങളെ തുടർന്ന് മെയ് 12-ന് പരീക്ഷ റദ്ദാക്കിയിരുന്നു. പിന്നീട് ഇന്ത്യയിൽ 551 നഗരങ്ങളിലായി 5440 കേന്ദ്രങ്ങളിൽ വൻ സുരക്ഷയോടെയാണ് പുനഃപരീക്ഷ നടന്നത്.